പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, തിരുനാളുകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസമാണ്. മരണത്തിൽ ജീവനിലേക്ക് വരുവാൻ, ആ ജീവൻ സമർത്ഥമായി ഉണ്ടാകുവാൻ, നമ്മോടെപ്പോഴും ആയിരിക്കുവാൻ നമുക്ക് കൃപ നൽകിയ കർത്താവിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിക്കുവാൻ കൃപ നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവിക സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ട് അവിടെ നമ്മോടൊപ്പം ജീവിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുവാനുള്ള ഒരവസരമാണ് ഈ തിരുനാളിൻ്റെ അവസരം. കോർപ്പു ക്രിസ്തി എന്നറിയപ്പെടുന്ന ഈ തിരുനാൾ ബെൽജിയത്തിലാണ് ആദ്യമായി ആരംഭിച്ചത്. 1246 ബെൽജിയത്തിൽ ഈ തിരുനാൾ ആഘോഷിച്ചത്. ഈ തിരുനാളിൽ വിശുദ്ധ ജൂലിയാന എന്ന് പറയുന്ന സിസ്റ്ററിന് വെളിപ്പെടുത്തിയതനുസരിച്ച് ഊർബൻ മാർപ്പാപ്പ 1046 തൻ്റെ രൂപതയിൽ ആദ്യമായിട്ട് ഈ തിരുനാൾ ആഘോഷിച്ചു. 1046 മുതൽ സാർവത്രിക സഭയിൽ അദ്ദേഹം മാർപ്പാപ്പയായപ്പോൾ കുർബാനയുടെ സ്തുതിക്കായിട്ടുള്ള പ്രാർത്ഥനകളും ബലിയർപ്പണവും ലോകമെമ്പാടും സഭയിൽ ആഘോഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റൊരു മതത്തിലും കാണാത്തതുപോലെ ഏറ്റവും അവഹേളിക്കപ്പെടുന്ന കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മുടെ ജീവൻ്റെ അടയാളമാണ്. മറ്റു മതങ്ങളിൽ ധാരാളം അടയാളങ്ങളുണ്ടെങ്കിലും അതൊന്നും അവഹേളന പാത്രമായി മാറുന്നില്ല. കാരണം സാത്താനും അറിയാം, അവഹേളിക്കുന്നവരറിയാം, യഥാർത്ഥമായ ശക്തി, യഥാർത്ഥമായ ദൈവം, യഥാർത്ഥമായ ദൈവിക സാന്നിധ്യം ഈ കുർബാനയിലാണ്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും യേശുവിനെ സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു വിളി ഇതിലൂടെ നൽകും. വത്തിക്കാൻ സെക്കൻഡിന് മുമ്പ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ, അതായത് യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചിരുന്നു. 1849 വത്തിക്കാൻ സുനഹദോസിന് ശേഷം 1969 മുതൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുവാൻ തുടങ്ങി. ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സ്നേഹ സമ്മാനവും ശക്തിയുടെ സ്രോതസ്സുമാണ് പരിശുദ്ധ കുർബാന എന്ന് നമുക്കറിയാം. എത്രയോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1263 സെന്റ് നിക്കോളാസ് പള്ളിയിൽ ബലിയർപ്പിക്കുവാനായി സെന്റ് തോമസ് അക്വീനസ് എത്തിച്ചേരുമ്പോൾ യേശുവിൻ്റെ ശരീരം ഉയർത്തുന്ന സമയത്ത് യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹം മറിഞ്ഞു. എണ്ണിയാലൊടുങ്ങാത്ത അത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള മനുഷ്യൻ കുർബാനയെക്കുറിച്ചൊക്കെ. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നതിന് മുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, എന്നാൽ അതൊക്കെ ചവറുകളാണെന്ന് ഞാൻ മനസ്സിലാക്കും. 1264 അദ്ദേഹം മരിക്കുമ്പോൾ എൻ്റെ ഈശോയെ, എൻ്റെ നാഥനെ എന്ന് വിളിച്ചുകൊണ്ടാണ് മരിക്കുക. ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അനുഭവം. ദിവ്യകാരുണ്യ ഗാനങ്ങൾ ഭക്തിയാവണങ്ങുക എഴുതുന്നത് തോമസ് അക്വീനസ് ആണ്. ലാൻസിയാന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ള പള്ളിയിൽ യുവവൈദികൻ കുർബാന ഉയർത്തുമ്പോൾ ഇപ്രകാരം സംശയിച്ചു, ഇതിൽ യഥാർത്ഥമായും യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? അദ്ദേഹം കുർബാന ഉയർത്തുമ്പോൾ ഭാരം അനുഭവപ്പെട്ടു, വലിയ ഭാരം, താങ്ങാൻ കഴിയാത്ത വിധത്തിൽ. അതുപോലെ തിരുരക്തം ഉയർത്തുമ്പോഴും അതേപോലെ സംഭവിച്ചു. വലിയ മാംസക്കഷ്ണമായി ശരീരം മാറുകയും 5 കണികകളായി
രക്തത്തുള്ളികൾ മാറുകയും ചെയ്യും. അതിന്നും ലാൻസിയാനയിൽ പോയാൽ വലിയ ഒരു ജാറിൽ ഇട്ടുവെച്ചിരിക്കുന്നത്, ഗ്ലാസ് ജാറിൽ ഇട്ടുവെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 1971 പരീക്ഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് AB പോസിറ്റീവ് ആയ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു യുവാവിൻ്റേതാണ് ഈ ശരീരമെന്നും ഹ്യൂമൻ മയോകാർഡിയോ എന്ന് പറയുന്ന അംശം, ഹൃദയത്തിൻ്റെ ഭിത്തികൾ സമ്മർദ്ദത്താൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടേതാണെന്നും സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. 1983 CNIയിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഇതുതന്നെയായിരുന്നു റിസൾട്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 50 പ്രാവശ്യം പരീക്ഷണം നടത്തി ഈ റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഇന്നും നമുക്ക് ലാൻസിയാനയിൽ ചെന്നാൽ പരിശുദ്ധ കുർബാനയുടെ ഈ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. 1987 അർജന്റീനയിൽ ഒരു സംഭവം ഉണ്ടായി. ദേവാലയത്തിലെ കുർബാന കഴിഞ്ഞ് ആൾക്കാർ പോയി കഴിയുമ്പോൾ ഒരു സ്ത്രീ തറയിൽ കിടക്കുന്ന ഒരു കുർബാന കാണും. അവൾ വൈദികനെ വിളിച്ചുകൊണ്ടുവന്ന ഈ കുർബാന എടുക്കും. അന്നത്തെ ഒരു പതിവനുസരിച്ചും ഈ തറയിൽ വീണ കുർബാന ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് വയ്ക്കും. 2-3 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതൊരു മാംസക്കട്ടയായി ഇരിക്കുന്നത് വൈദികൻ കാണും. വൈദികൻ ഉടൻ തന്നെ കാർഡിനലിനെ അറിയിക്കുന്നു. അന്നത്തെ കാർഡിനാൽ ബർഗോളി, ഇന്നത്തെ മാർപ്പാപ്പയ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഉടൻ തന്നെ മാർപ്പാപ്പ അതൊരു പരീക്ഷണത്തിനായിട്ട് വിട്ടു. AB പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിയുന്നു. കൊണ്ടുവന്നപ്പോൾ ജീവനുണ്ടായിരുന്നു, ജീവൻ തുടിക്കുന്നുണ്ടായിരുന്നു. ശക്തമായ സമ്മർദ്ദം അനുഭവപ്പെട്ട മരിച്ച ഒരു വ്യക്തിയുടേതാണ്. അത് കുർബാനയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്താളിച്ചുപോയി. നമുക്കറിയാവുന്നത് വളരെ കുറച്ചാണ്. അറിവില്ലാത്തതെന്തെല്ലോ കാര്യങ്ങൾ നമുക്കുണ്ട്. ലോകത്തിന് ജീവൻ നൽകുന്ന എൻ്റെ ശരീരമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. എത്രയോ കുർബാനകളാണ് നാം അനുഭവിച്ചിട്ടുള്ളത്, കുർബാനകളിലാണ് പങ്കുചേർന്നിട്ടുള്ളത്. ഇതൊരനുഭവമായിട്ട് മാറിയോ? ഈ ഉടമ്പടിയുടെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഈ തിരുരക്തത്തിൻ്റെയും തിരുനാളിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.